ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് പോസ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിനകത്ത് ഓൾറെഡി എക്സാമിനേഷൻ ഡേറ്റ് വന്ന പോസ്റ്റിനെ പറ്റിയിട്ട് ആദ്യം പറയാം. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തു തുടങ്ങി കാണും. 746/2025 നോട്ടിഫിക്കേഷൻ വന്നത് 2025 ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷന്റെ 4/2/2026 അപ്പൊ ആരെങ്കിലും ഓർമ്മയില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇത് സെപ്റ്റംബർ മാസം 9 കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ജൂനിയർ പ്രോജക്ട് അസിസ്റ്റന്റ് എക്സാം വന്നിരിക്കുന്നത്. അതായത് ജൂനിയർ പ്രോജക്ട് അസിസ്റ്റന്റ് എന്നാണ് തസ്തികയുടെ പേര്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കായിരുന്നു. കാറ്റഗറി നമ്പർ 746/2025. അപ്പൊ ആർക്കെങ്കിലും സംശയമില്ലാതെ ഓർമ്മയില്ലാതെ അയച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇതിന്റെ സിലബസിന്റെ ഡിസ്കഷനും അതുപോലെ എക്സാം വരുന്നത് സെപ്റ്റംബർ മാസം 9 സിലബസ് ഇതാണ് സിലബസ്. സെയിം സിലബസ് തന്നെയാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്കിനുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിനാണ്. കാരണം ഈ ഒരു എക്സാമിനേഷന്റെ 36 വയസ്സ് വരെ ആയിരുന്നു അന്ന് അപേക്ഷിക്കുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 അതുപോലെ DCA ആയിരുന്നു കേട്ടോ. DCA. അപ്പൊ DCA എന്ന് പറയുമ്പോൾ PGDC ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. MC ഒക്കെ ഉള്ളവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് സിലബസ് ഒന്ന് നോക്കാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 3, ജീവശാസ്ത്രം 4, ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3, കലാസാഹിത്യം സാംസ്കാരികം തുടങ്ങിയിട്ടുള്ളത് 4, കറണ്ട് അഫയേഴ്സ് 10, പിന്നെ 30 മാർക്കിന് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് 20 മാർക്കിന്. സിലബസ് ഒക്കെ ഡിഗ്രി മെയിൻസിന് അതേ സിലബസ് ആണ്. പിന്നെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, വിൻഡോ, ലിനക്സ് ആൻഡ് ഇന്റർനെറ്റ്, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ, ഇമേജ് എഡിറ്റിംഗ്, പ്രസന്റേഷൻ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു 5 മോഡ്യൂളിൽ നിന്നാണ് 20 മാർക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇതുപോലെ തന്നെ ഇത് ഓൾറെഡി ഡേറ്റ് വന്നു. വളരെ കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പം PSC വിളിച്ചിരിക്കുന്ന മറ്റൊരു പോസ്റ്റ് ആണ് ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിലേക്കും ജൂനിയർ അസിസ്റ്റന്റ് 10 വേക്കൻസി ആണുള്ളത്. അപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ കുറച്ചുകൂടെ നല്ലൊരു പോസ്റ്റ് ആണിത്. അപ്പൊ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം വലിയ വ്യത്യാസം വരുന്നില്ല. ഇതാണ് ഇതിന്റെ സിലബസ്. ഇവിടെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 20 മാർക്കായിരുന്നു. ഇത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്, മീൻ സിലബസ് ആണ്. ഹിസ്റ്ററി 5, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 8, കേരള ഗവേണൻസിന് 5 മാർക്ക്, ലൈഫ് സയൻസിന് 4, ഫിസിക്സ് കെമിസ്ട്രിക്ക് കൂടെ 6 മാർക്ക്, ആർട്സിന് 4 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 8 മാർക്കേ ഉള്ളൂ. ബാക്കി എല്ലാം കൂടെ 30 മാർക്ക്, 20 മാർക്കിന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത് നമ്മളിപ്പോ കുറെ പേര് അപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് സിലബസ് ഏകദേശം സെയിം ആണെങ്കിലും ആ കൊടുത്തിരിക്കുന്ന മോഡ്യൂളിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഓഫീസ് ഓട്ടോമേഷനും ഇൻട്രൊഡക്ഷൻ ടു MS എക്സലും MS പവർ പോയിന്റും കുറച്ചുകൂടെ ടഫായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഒക്കെ അടങ്ങുന്ന കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലുള്ള ചോദ്യമാണ്. അതിനനുസരിച്ച് സാലറിയുടെയും പോസ്റ്റിന്റെ ഒക്കെ ആ ഒരു ഗ്ലാമർ മാറുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് സെപ്റ്റംബർ 9 സിലബസ് ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഓർമ്മയില്ലാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ ഓൾറെഡി അപേക്ഷിച്ച് കാണും. ജൂൺ മാസം 3 ആയിരുന്നു ഇതിന്റെ ലാസ്റ്റ് അപേക്ഷിക്കാനുള്ള സമയം. ഇതിപ്പം ഓൾറെഡി അപേക്ഷിച്ചവര് DCA ഉള്ളവര് 40 വയസ്സ് വരെ അപേക്ഷിക്കായിരുന്നു. ഏതെങ്കിലും ഡിഗ്രിയും അതുപോലെ തന്നെ ഡിപ്ലോമ DCA അല്ലെങ്കിൽ PGDC MCA ഒക്കെ ഉള്ളവർ അപേക്ഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു സിലബസ് വെച്ചിട്ടാണ്. 2025 ഈ ഒരു സിലബസ് പ്രകാരമാണ് പഠിക്കേണ്ടത്. അപ്പൊ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഡിഗ്രി മെയിൻസിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണിത്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.